പരിശുദ്ധ കുർബാനയുടെ ബലിഭാഗത്തിലേക്ക് കാർമ്മികനെയും ആരാധനാ സമൂഹത്തെയും ഒരുക്കുകയാണ് ഒന്നാം ഗേഹന്ത ചെയ്യുന്നത്. ദൈവത്തിന്റെ അനന്തമായ കാരുണ്യമാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ എളിയവരായ നമ്മെ യോഗ്യരാക്കുന്നതെന്ന് കാർമ്മികൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട 2 മനോഭാവങ്ങളെക്കുറിച്ച് ഈ ഗേഹന്ത പറയുന്നു. തികഞ്ഞ സ്നേഹവും ഉറച്ച വിശ്വാസവും. സ്നേഹവും വിശ്വാസവുമില്ലാതെ പരിശുദ്ധ കുർബാനയ്ക്കണഞ്ഞാൽ ദൈവകൃപ സ്വീകരിക്കുവാൻ നമുക്കാവില്ലെന്ന ബോധ്യത്തിൽ നമുക്കെത്താം. ഓരോ ഗേഹന്തയ്ക്കും അഥവാ പ്രണാമജപത്തിനും ശേഷം കാർമ്മികൻ നിവർന്നു നിന്ന് ഉച്ചസ്വരത്തിൽ ചെല്ലുന്ന സ്തുതിപ്പാണ് കാനോന. പരിശുദ്ധ തൃത്വത്തിന് നൽകുന്ന ഹ്രസ്വരൂപത്തിലുള്ള സ്തുതിയും മഹത്വവുമാണ് കാനോന. ഗേഹന്തകളിൽ പരിശുദ്ധ തൃത്വത്തിന്റെ രക്ഷാകര പ്രവർത്തനങ്ങൾ അനുസ്മരിച്ചതിനു ശേഷം അവയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് കാനോനയിലൂടെ. അതിപൂജിതമാം നിൻ, ഒന്നായി ഉച്ചസ്വരത്തിൽ എന്നീ ഗീതങ്ങൾ കാനോനയ്ക്ക് ഉദാഹരണങ്ങളാണ്. ജീവിതം മുഴുവൻ പരിശുദ്ധ തൃത്വത്തിന് നൽകേണ്ട സ്തുതിയാണെന്ന് കാനോന നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാർമ്മികൻ ജനങ്ങളുടെ നേരെ തിരിഞ്ഞ് സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്ലീവ ആകൃതിയിൽ ആശീർവദിക്കുന്നു. ഈശോയാകുന്ന സമാധാനമാണ് സ്ലീവായിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ എന്ന് ജനം പ്രത്യുത്തരിക്കുന്നു. പൗരോഹിത്യ പട്ടസമയത്ത് കാർമ്മികൻ സ്വീകരിച്ച പരിശുദ്ധ റൂഹായുടെ കൃപയാണ് ദൈവജനം ഈ സമയം അനുസ്മരിക്കുന്നത്. ഇത് സുന്ദരമായ ഒരു പൗരോഹിത്യ പ്രാർത്ഥനയാണെന്ന ബോധ്യത്തോടെ ഈ പ്രത്യുത്തരം നമുക്ക് നൽകാം. കാർമ്മികൻ ഈശോയാകുന്ന സമാധാനം മുശംശാനയ്ക്ക് നൽകുകയും അദ്ദേഹം ആ സമാധാനം ജനങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. ഇത് ഒരു സമാധാന ആശംസയല്ല, മറിച്ച് ഈശോയാകുന്ന സമാധാനം നൽകലാണ്. അതിനാൽ സമാധാനം ഓരോരുത്തരായി കൈമാറി പള്ളിയിലുള്ള എല്ലാവരിലും എത്തുന്ന രീതിയിലാണ് സമാധാനം നൽകുന്നത്. സമാധാനം നൽകുന്നയാൾ കൈകൾ കൂപ്പി നൽകുമ്പോൾ സ്വീകരിക്കുന്നയാൾ 2 കൈകളും തുറന്ന് അത് സ്വീകരിക്കുന്ന രീതിയാണ് സീറോ മലബാർ പാരമ്പര്യത്തിലുള്ളത്. ജനം സമാധാനം നൽകുന്ന സമയം കാർമ്മികൻ കൂശാപ്പ ചൊല്ലിയ ശേഷം ദിവ്യരഹസ്യങ്ങളെ മൂടിവെച്ചിരിക്കുന്ന ശോശപ്പ ചുരുട്ടി ദിവ്യരഹസ്യങ്ങളുടെ ചുറ്റിലുമായി വെക്കുന്നു. ഈശോയുടെ ഉത്ഥാനത്തെയാണ് ഈ അടയാളം അനുസ്മരിപ്പിക്കുന്നത്. കാരണം മൂടിവെച്ചിരിക്കുന്ന ശോശപ്പ മാറ്റുന്നത് ഈശോയുടെ കല്ലറയുടെ കല്ല് മാറിപ്പോയതിനെയും അത് ദിവ്യരഹസ്യങ്ങളുടെ ചുറ്റിലുമായി ചുരുട്ടി വെക്കുന്നത് ഈശോയുടെ കബറിടത്തിൽ ചുരുട്ടി വെച്ചിരുന്ന കച്ചയെയും അനുസ്മരിപ്പിക്കുന്നു. ഈശോയുടെ 2ാം വരവിനെയും ഈ അടയാളങ്ങൾ സൂചിപ്പിക്കുന്നുവെന്ന് സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നു. ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും പേരുകൾ പ്രത്യേകമായി പറഞ്ഞ് അവരെ നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ ഓർക്കുന്ന സമയമാണ് ഡിപ്റ്റിക്സ്. ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും ഗ്രന്ഥം എന്നാണ് സീറോ മലബാർ കുർബാനയിൽ ഇത് അറിയപ്പെടുന്നത്. പരിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് ശക്തി സ്വീകരിച്ച് ദൈവ തിരുമുൻപിൽ സംപ്രീതരായി ജീവിച്ചതുകൊണ്ടാണ് മരിച്ചവരെ ഈ സമയം അനുസ്മരിക്കുന്നത്. പരിശുദ്ധരായി ജീവിച്ച് ഒരു വിശുദ്ധമായ മരണമാണ് കൈവരിക്കേണ്ടതെന്ന് ഡിപ്റ്റിക്സ് ജീവിച്ചിരിക്കുന്നവരെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ എന്നത് മുശംശാനയുടെ വളരെ സുന്ദരമായ ഒരു ആഹ്വാനമാണ്. പരിശുദ്ധ കുർബാനയുടെ അതിവിശുദ്ധമായ സമയത്തിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണെന്നും അതിനാൽ ഹൃദയത്തിന്റെ കണ്ണുകൾ ഉപയോഗിച്ച് ഇനിയുള്ള ഭാഗങ്ങൾ ശ്രദ്ധയോടെ നോക്കിക്കാണണമെന്നുമാണ് മുശംശാന ഇവിടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. എളിമയുള്ള ഹൃദയത്തോടെ ഹൃദയവും ഹൃദയ വിചാരങ്ങളും സ്വർഗത്തിലേക്ക് മാത്രം ഉയർത്തിയാണ് പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കേണ്ടതെന്ന് മുശംശാന നമ്മെ ഓർമ്മിപ്പിക്കുന്നു.